ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണോ അതെയോ വെറും തെമ്മാടികളുടെ കൂട്ടമാണോ? അവർ ഒരു രാജ്യമാണെന്ന്, അന്താരാഷ്ട്ര നിയമങ്ങളും നീതികളും പാലിക്കുന്ന ഒരു ഭരണകൂടമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാനാവില്ല എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായി വെടിനിർത്തലിന് തയ്യാറായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ചൊറിയാൻ വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് ആണ്. രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ സംഘർഷം നിർത്തലാക്കി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരമാണ് വെടിനിർത്തൽ. എന്നാൽ ലേറ്റസ്റ്റായി ലഭിച്ച വാർത്തകൾ പ്രകാരം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതേ തന്നെ അവർ അത് ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പങ്കുവച്ചത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. 10-ാം തീയതി വൈകുന്നേരം 9:53 അദ്ദേഹം ഇത് കുറിച്ചത്. എന്താണ് വെടിനിർത്തലിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ശ്രീനഗറിൽ എങ്ങും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രീനഗർ എങ്ങും ബ്ലാക്ക് ഔട്ടായി ലൈറ്റുകളെല്ലാം അടഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിൽ ഈ സ്ഫോടനങ്ങൾ നടത്തുന്നതിന്റെ വീഡിയോ അദ്ദേഹം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് വെടിനിർത്തൽ അല്ല, ശ്രീനഗറിന്റെ മധ്യത്തിലുള്ള വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതായത് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം രാത്രിയുടെ മറവിൽ ഭീരുക്കളായ പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്ക് സ്ഫോടക വസ്തുക്കൾ വീണ്ടും വർഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെയെല്ലാം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൃത്യമായി നിർവീര്യമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അമേരിക്ക മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ കരാർ മണിക്കൂറുകൾക്കുള്ളിൽ ലംഘിക്കാൻ പാകിസ്ഥാന് ധൈര്യം വന്നത്? ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പാകിസ്ഥാന് $1 ബില്യൺ അതായത് 8500 കോടി രൂപയിൽ അധികം വരുന്ന തുകയുടെ ലോൺ അനുവദിച്ചത്. IMF ഫണ്ടിങ്ങിൽ 16% നൽകുന്നത് അമേരിക്കയാണ്. ആ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടത്തിയ വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ അവർക്ക് പണം കൊടുത്ത അമേരിക്കയുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ലംഘിച്ചിരിക്കുന്നത്. അതും ഇന്ത്യയുടെ സൈന്യത്തിനുമേൽ എന്ത് ധൈര്യത്തിലാണ് ഇവർ ആക്രമണം നടത്തുന്നത്? ഇന്ത്യ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ ബാക്കിയുണ്ടാവുമായിരുന്നില്ല. എന്നാൽ എല്ലാ യുദ്ധമര്യാദകളും പാലിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഈ സീസ് ഫയർ ലംഘനം സ്ഥിരീകരിച്ചുകൊണ്ട് വളരെയേറെ ന്യൂസ് മീഡിയകളാണ് വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഡെക്കാൻ ക്രോണിക്കിളിന്റെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നു. ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലും അങ്ങോളം ഇങ്ങോളം ബ്ലാക്ക് ഔട്ട് നടപ്പിലാക്കിയിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷം അത് ലംഘിക്കുകയും ഡ്രോണുകളും മറ്റും കാണുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ഏരിയകളിൽ പരിപൂർണ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഏരിയകൾ ശ്രീനഗർ, ഉധംപൂർ, അഖ്നൂർ, നൌഷേര, പൂഞ്ച്, രജൌരി, മെൻദാർ, ജമ്മു, സുന്ദർബനി, ആർഎസ്പുര, ആർണിയ, കത്വ, റിയാസി, കത്ര, പഞ്ചാബിലെ ഫിറോസ്പൂർ, രാജസ്ഥാനിലെ ബാർമേർ. ഒരു പൂർണ്ണ ഗോദി മീഡിയ ആങ്കറായ ശിവ് ആരൂറും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്ത കൊടുത്ത് ട്വീറ്റ് ചെയ്തു. സീസ് ഫയർ 3 മണിക്കൂറിൽ താഴെ നീണ്ടു നിന്നുള്ളൂ. പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള വയലേഷനും ഡ്രോൺ ആക്ഷനും ഉധംപൂർ, ആക്കന്നൂർ, നൌഷേര, പൂഞ്ച്, രജൌരി, മെൻദാർ, ജമ്മു, സുന്ദർബനി, ആർഎസ്പുര, ആർണിയ, കത്വ എന്നിവിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഇത് അയാൾ സ്വന്തം ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ്. ശ്രീനഗറിന് മുകളിൽ വളരെ വലിയ ഡ്രോൺ അറ്റാക്ക് പാകിസ്ഥാൻ നടത്തിയെന്നും അത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം നിഷ്ഫലമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണ്, അവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. അവർ വെടിനിർത്തൽ വീണ്ടും ലംഘിച്ചിരിക്കുകയാണ്. കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലും പല സ്ഥലങ്ങളിലും ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ എത്രയായാലും പഠിക്കുകയില്ല എന്ന് ANIയും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തു. അതുപോലെ ഇത് NDTVയിൽ വന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ്. 100-ലധികം സ്ഫോടന ശബ്ദങ്ങൾ ശ്രീനഗറിൽ കേട്ടു എന്ന്. അതുപോലെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷം ബാർമറിൽ എയർ റെയ്ഡ് അലർട്ടും ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ വെടിവയ്പും നടക്കുകയാണ് എന്നാണ്. ഒരു യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധവും ക്ഷണിച്ചു വരുത്തിയിട്ടില്ല. ഇന്ത്യയുടെ ഉള്ളിൽ കയറി നിരപരാധികളുടെ ജീവൻ തീവ്രവാദികൾ കവർന്നെടുത്തപ്പോഴും വളരെ ഉത്തരവാദിത്തപരമായാണ് ഇന്ത്യൻ സൈന്യം പ്രതിരോധ ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ മിലിറ്ററി ക്യാമ്പുകളെയോ സിവിലിയൻ കേന്ദ്രങ്ങളെയോ ആക്രമിക്കാതെ തീവ്രവാദ താവളങ്ങൾ ലക്ഷ്യമാക്കി മാത്രമാണ് കൃത്യമായ ആക്രമണം ഇന്ത്യയുടെ സൈന്യം നടത്തിയത്. എന്നാൽ അതിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിൽ സിവിലിയൻസിന് മേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതിൽ 15-ലധികം സിവിലിയൻസിന്റെയും
5 or 6 ഇന്ത്യൻ പട്ടാളക്കാരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ ഉള്ളിലുള്ള പല താവളങ്ങളും എയർ സ്ട്രിപ്പുകളും ആക്രമിക്കാൻ തുടങ്ങിയ ശേഷമാണ് വെടിനിർത്തലിന് പാകിസ്ഥാൻ സമ്മതമാണ് എന്ന് അറിയിച്ചത്. എന്നാൽ വാക്ക് പറഞ്ഞ് നാവടയ്ക്കുന്നതിനു മുൻപേ അവർ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ്. ഇത് പാകിസ്ഥാന് ഒരു തരത്തിലും നല്ലതായി മാറുകയില്ല എന്ന് നിശ്ചയമായും പറയാം. ഇന്ത്യയുടെ പരമാധികാരത്തെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെ പ്രതിരോധിക്കാൻ സർവശക്തവും സർവസജ്ജവുമാണ് ഇന്ത്യയുടെ സൈന്യമെന്ന് പാകിസ്ഥാനെ വീണ്ടും മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ആ രാജ്യം തന്നെ ഇല്ലാതാകും. പാകിസ്ഥാനെ ഒരു രാജ്യമെന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല. മറിച്ച് പാകിസ്ഥാൻ ഗവൺമെന്റും അവരുടെ സൈന്യവും വെറും ഒരു തെമ്മാടിക്കൂട്ടവും പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്രവാദത്തിന്റെ വിളനിലവുമാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന് IMF വായ്പ നൽകിയത്, അതും ഈ അവസരത്തിൽ നൽകിയത് വളരെ തെറ്റായിപ്പോയി. ഇന്ത്യൻ സൈന്യം നിങ്ങളുടെ ഈ നെറുകെട്ട പ്രവൃത്തിക്ക് തക്ക തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചോളൂ.